ഹലോ എവ്രി വൺ, ലൈഫ് സ്റ്റൈൽ അറ്റ് ബ്രിഡ്ജ്മേരിയുടെ അനദർ ഗാർഡനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എന്നാണെങ്കിലും കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ചില ദിവസത്തെ മഴ കണ്ടു കഴിഞ്ഞാൽ ഓർക്കും നമ്മൾ നാട്ടിലാണോ എന്ന്. കാരണം അതുപോലത്തെ വലിയ ചങ്കി റെയിനാണ് ചില ദിവസം ഇവിടെ ഉണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം നല്ല വെയിലുമായിരിക്കും, നല്ല ചൂടുമായിരിക്കും. പിന്നെ റോസസിനെയൊക്കെ നന്നായിട്ട് പരിചരിച്ചത് കാരണം, അതായത് ഞാൻ ഡെഡ് ഹെഡ് എല്ലാം ചെയ്ത് കൊടുത്തത് കാരണം അടുത്ത സെറ്റ് ഓഫ് ഫ്ലവേഴ്സ് വരാനായിട്ട് റോസ ചെടികളൊക്കെ നല്ല റെഡി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇനി ഉടനെ തന്നെ അടുത്ത ഒരു ഫീഡിങ് ഇവർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു 2 വെള്ളരിക്ക ചെടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിലൊരെണ്ണം എൻ്റെ ഓവർ പരിചരണം കൊണ്ടാണോ എന്നറിയത്തില്ല, ചത്തുപോയി. എനിക്കൊന്ന് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടാണോ എന്നറിയത്തില്ല. ഇനി എന്നാണെങ്കിലും ജീവനോടെ ഉള്ളതിനെ പറിച്ചു തരാനായിട്ടുള്ളൊരു പ്ലാൻ ഉടനെ കൊണ്ടുവന്നേ പറ്റൂ. അതെന്താണെന്ന് എനിക്ക് ഇതുവരെയായിട്ടും തീരുമാനമായിട്ടുമില്ല. അപ്പോൾ ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ക്യാമറ ഗേളിന് നിങ്ങൾക്കുള്ളൊരു സർപ്രൈസാണ്. ഞങ്ങളുടെ വീട്ടിൽ സ്ട്രോബെറിയിൽ ഒച്ചൊന്നും കൊണ്ടുപോകാതെ ആരും കാണാതെ ആ തടിയുടെ ഇടയ്ക്ക് കടന്ന് എനിക്ക് കിട്ടിയതാണ് ഈ സ്ട്രോബെറി. നല്ല മുട്ടൻ സ്ട്രോബെറി, നല്ല കളറും നല്ല ഗ്ലേസിങ്ങും അതിൻ്റെ ഷേപ്പ് തന്നെ കണ്ടില്ലേ, നല്ല സൂപ്പർ സുന്ദരി ഒരു സ്ട്രോബെറി. അപ്പം ഞങ്ങൾ ഓർത്തു അപ്പം തന്നെ കഴിക്കാമെന്ന്. വേറെ 1-2 കൂടെ ഉണ്ടായി കിടപ്പുണ്ട്, പക്ഷേ അതെല്ലാം ഒച്ചു കൊണ്ടുപോയതായിരുന്നു. ഒരു കുഞ്ഞവനും കൂടെ എനിക്ക് കിട്ടിയായിരുന്നു. അതിനെയൊക്കെ ഇപ്പോൾ ഈ എടുത്തുകൊണ്ട് വരുന്നതിനെയൊക്കെ പകുതി ഒച്ചു തിന്ന് പരുവാക്കി വെച്ചിരിക്കുക. എനിക്ക് ആകെപ്പാടെ 2 സ്ട്രോബെറി ചെടിയേ ഉള്ളൂ കേട്ടോ. ഇച്ചിരിയും കൂടെയൊക്കെ നന്നായിട്ട് നോക്കുമായിരുന്നെങ്കിൽ ചിലപ്പം കുറച്ചും കൂടെ സ്ട്രോബെറി ഉണ്ടായേനെ. എനിക്ക് ഒരു ചെടിയും കൂടെ എൻ്റെ ആ സ്ട്രോബെറിയിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ ഇത് സ്ട്രോബെറിയിൽ നിന്ന് തന്നെ റണ്ണേഴ്സ് ഉണ്ടാകും. അതായത് നമുക്ക് അതേ തന്നെ കുഞ്ഞു സ്ട്രോബെറി ചെടി കുഞ്ഞു വേരുമായിട്ട് ഉണ്ടായി വരുന്നത് കാണാം. അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പം നമ്മൾ പറിച്ച സ്ട്രോബെറി ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടുള്ള മൊമെൻ്റാണ്. ഞാൻ കഴിച്ചു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല റിഫ്രഷിങ് ആൻഡ് സ്വീറ്റ് ആൻഡ് ജ്യൂസി. കടയിൽ നിന്ന് മേടിക്കുന്ന സ്ട്രോബെറി എങ്ങനെയൊക്കെ കളിച്ചാലും ചെറിയൊരു ടാർട്ട്നെസ് കാണും അതിന്. പക്ഷേ ഈ സ്ട്രോബെറി നമ്മുടെ വീട്ടിലുണ്ടാകുന്നതിൻ്റെ ഒരു നല്ല, എന്താ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഞാൻ ക്യാമറ ഗേളിന് അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. വലിയ നല്ല മുട്ടൻ സ്ട്രോബെറി അല്ലേ, അത് തന്നെ കഷിക്ക് കൊടുത്തു. അവൾ അത് ആദ്യമേ പറഞ്ഞായിരുന്നു, മമ്മി ആ സ്ട്രോബെറി എനിക്ക് വേണമെന്ന്. അപ്പം ഞാനത് കഴുകി നല്ല വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ദേ കഷിയുടെ മുഖത്തുള്ള ആ ഭാവങ്ങൾ എൻ്റെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നതായി കാണുന്നത്. കണ്ണൊക്കെ എങ്ങും മിഴിഞ്ഞു വന്നു. ഓ മൈ ഗോഡ് മമ്മി എന്ത് ടേസ്റ്റിയാണെന്നും പറഞ്ഞുകൊണ്ട് അവളത് എൻജോയ് ചെയ്യുന്നത് കാണാൻ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ സ്ട്രോബെറി ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ ഗാർഡനിൽ ഉപയോഗിക്കുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. ഞാൻ ഇതിന് മുന്നേ എപ്പോഴും ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോസ്, പച്ചമുളക്, ബീൻസ്, അതിനൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ടൊമാറ്റോ ഫീഡാണ്. പിന്നെ എൻ്റെ പൂച്ചെടികൾക്കൊക്കെ ഞാൻ ഈ മിറക്കിൾ ഗ്രോയും ഉപയോഗിക്കുന്നുണ്ട്. ഈ മിറക്കിൾ ഗ്രോയ്ക്ക് ഇച്ചിരി പൈസ കൂടുതലാണ്. അത് കാരണം ആ ബോട്ടിൽ തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിനി വേറെ എന്തെങ്കിലും ചീപ്പായിട്ടുള്ളതേ മേടിക്കത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചിക്കൻ പെല്ലറ്റ്സും പിന്നെ ഫിഷ് ബ്ലഡ് ബോൺ മാനുവറും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ചല്ല ഇട്ട് കൊടുക്കുന്നത്, ഇതിനെല്ലാം നല്ല ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ ഓരോന്നും ഇട്ട് കൊടുക്കുന്നത്. അതായത് ഫിഷ് ബ്ലഡ് ബോൺ ഫീഡ് ഇട്ട് കൊടുത്ത് ഒരു 3 വീക്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ടൊമാറ്റോ ഫീഡൊക്കെ എൻ്റെ പച്ചമുളകിനും തക്കാളിക്കായ്ക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. പൂക്കളുള്ള ചെടികൾ ഇച്ചിരിയും കൂടെ ഒന്ന് എന്താ പറയുന്നത്, പൂക്കൾക്ക് ഇച്ചിരി ഒന്ന് കളർ വരാനും ഇച്ചിരിയും കൂടെ ഒന്ന് രസമായിട്ട് നിൽക്കാനും കൂടിയാണ് ഞാൻ ഇടയ്ക്ക് ഈ മിറക്കിൾ ഗ്രോ പൂക്കളുള്ള ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് മിറക്കിൾ ഗ്രോയും കൂടെ ഉള്ള ഫീഡ് അതുങ്ങൾക്ക് കൊടുത്തു കഴിയുമ്പം പൂവിനൊക്കെ നന്നായിട്ടൊരു കളർ വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മൾ ഫിഷ് ബ്ലഡ് ബോൺ ഒക്കെ ഇട്ട് കൊടുത്തത് കാരണം നമ്മുടെ സ്ട്രോബെറി ചെടിയൊക്കെ നിൽക്കുന്നുണ്ട്, നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നു. പിന്നെ ഇപ്പോൾ അതേ അങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മൾ ഫ്രണ്ട് ഗാർഡനിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലായിരുന്നു മത്തങ്ങ നട്ടത്, അത് കേടായും ചത്തുപോയൊന്നും പോയിട്ടില്ല. ഇങ്ങനെ വേണോ വേണ്ടയോ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്നുണ്ട്. കുറുക്കനൊന്നും കൊണ്ടുപോകാതെ ശരിയായിട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ചെടികൾക്കൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. നമ്മൾ മുടിവെട്ടി കൊടുത്ത തക്കാളിയാണ്, തക്കാളിക്കൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ട്. ഒരു 3-4 ദിവസത്തെ കൂടെ നല്ല വെയിൽ കിട്ടുവാണെങ്കിൽ അതെല്ലാം ഇനി നല്ല ചുമന്നു വരും. ഇതേത് വെറൈറ്റി തക്കാളിയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. കാരണം ഇതിൻ്റെ വർക്ക് പ്ലേസിലെ കൊളീഗ് തന്ന തക്കാളി ചെടിയാണ്. അത് അവർക്കും അറിയത്തില്ല. അവർ കടയിൽ നിന്ന് വാങ്ങിയ തക്കാളി ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ അരിയിട്ട് മുളപ്പിച്ച് എനിക്ക് തന്ന തക്കാളി ചെടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മഴയുടെയും കാറ്റിൻ്റെയൊക്കെ എഫക്റ്റാണ് മല്ലിച്ചെടികളൊക്കെ ഇങ്ങനെ പെടന്ന് താഴെ വീണ് കിടപ്പുണ്ട്. പക്ഷേ എന്നാലും എനിക്കത് പറിച്ച് കളയാൻ തോന്നില്ല. കാരണം എനിക്ക് ഉറപ്പാണ് ഇഷ്ടം പോലെ മല്ലി ഇത്തവണ എനിക്ക് കിട്ടുമെന്ന്. അത് ഞാൻ പ്രതീക്ഷിച്ച് തന്നെയാണ് അത് കളയാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇഷ്ടം പോലെ തേനീച്ചകളാണ് വരുന്നത്, കണ്ടില്ലേ. ഒരു പേടി, നമ്മളെയൊന്നും ഒരു പേടിയില്ല ഈ തേനീച്ചകൾക്കൊന്നും. പിന്നെ അതും ഒരു കാരണമാണ്, തേനീച്ചകൾ നന്നായിട്ട് വരുന്നത് കൊണ്ടുകൂടിയാണ് ഞാൻ ഈ മല്ലി ഇങ്ങനെ കളയാതെ വെച്ചേക്കുന്നത്. കണ്ടില്ലേ, എൻ്റെ അത്രയും പൊക്കോത്തി നിൽക്കേണ്ടതാണ് ആ ചെടികൾ, പക്ഷേ എല്ലാം കുറേയെല്ലാം പടന്നു വീണു. പിന്നെ ഇതേ കണ്ടില്ലേ നല്ല പച്ച മല്ലി, അതിനി ഉടനെ തന്നെ നല്ല ബ്രൗൺ കളറായി മല്ലി എനിക്ക് പറിച്ച് എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കറങ്ങി അടിച്ച് വന്നപ്പോഴത്തേക്കും ഇതേ കണ്ടില്ലേ, ഫോക്സ് റിപ്പല്ലൻറ്റിൻ്റെ ചാർജ് തീർന്നിട്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല, കാരണം കുറുക്കൻ എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റത്തില്ല. കുറുക്കൻ മാത്രമല്ല പൂച്ചയും ഒരു കൾപ്രിറ്റാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു ഈ ഇടയ്ക്ക് തന്നെ. ഞങ്ങളുടെ അടുത്ത വീട്ടിലെ പൂച്ച എന്ത് ചെയ്യാൻ പറ്റും. എനിവേ ഞാനിത് ചാർജ് എല്ലാം ചെയ്യാൻ കൊണ്ട് വെച്ചിട്ട് ഗ്രീൻ ഹൗസിൻ്റെ സ്കെലിറ്റൻ നിൽക്കുന്ന ഏരിയയിലേക്ക് വന്നു. അവിടെ ഫുള്ള് ടൊമാറ്റോയും റണ്ണർ ബീൻസും ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും അതുങ്ങൾക്കെല്ലാം ഞാൻ ടൊമാറ്റോ ഫീഡ് ഞാൻ ഒഴിച്ച് നന്നായിട്ട് കൊടുത്തു. ഇനി എൻ്റെ പ്ലാൻ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
റണ്ണർ ബീൻസ് നിൽക്കുന്ന മൂലയിൽ റണ്ണർ ബീൻസ് ഫുള്ള് പടർത്തി, അതായത് ആ ഗ്രീൻ ഹൗസിൻ്റെ ആ സ്കെൽറ്റിനെ കൂടെ റണ്ണർ ബീൻസ് നന്നായിട്ട് പടർത്തി ഫുള്ള് ആ ഏരിയ കവർ ചെയ്യിക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. നടക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ അതിൻ്റെ വള്ളി വീശി പോകുന്നതിനെയൊക്കെ ട്രെയിൻ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു 2-3 പ്രാവശ്യം പോയി വെള്ളമൊക്കെ കുടിച്ചു. കാരണം നല്ല വെയിലും നല്ല ചൂടുമുണ്ട് ഇന്നത്തെ ദിവസത്തിന്. ചെടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ വെയിലത്ത് ഇച്ചിരി നിൽക്കുക എന്ന് പറയുന്നത് അത്ര ഒരു രസകരമായ കാര്യമല്ല. ഞങ്ങളാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടിക്ക് ഇറങ്ങിയത് ഒരു 10-11 മണി കഴിഞ്ഞാണ്. അപ്പോഴത്തേക്കിനും നല്ല വെയിലായിട്ടുണ്ടായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു. ഈ ചെടി കണ്ടോ, ഈ ചെടിയുടെ പേരാണ് കാലിഫോർണിയൻ പോപ്പി. നല്ല ഭംഗിയല്ലേ ആ പൂ കാണാനായിട്ട്. അപ്പം ഞാനിത് ഒരു പഴയ ചൂലെടുത്തോണ്ട് വന്ന് ആ ഗ്രീൻ ഹൗസ് ഫുള്ള് ചുക്കിലി വല ഉണ്ടായിരുന്നു, അതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഇനി എൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോസിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ ഗ്രീൻ ഹൗസിൽ നിൽക്കുന്ന ടൊമാറ്റോസിൻ്റെ മുടി വെട്ടിയിട്ട് അതിനെ സിംഗിൾ സ്റ്റെമ്മായിട്ട് മേളിലോട്ട്, അതായത് ഗ്രീൻ ഹൗസിൻ്റെ മേളിൽ ചാക്കുനൂല് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ടൊമാറ്റോയുടെ തണ്ടയിൽ ഒരു കുഞ്ഞ് കെട്ടും കൂടി ഇട്ട് കൊടുത്താൽ അതിനെ ഒരു സിംഗിൾ സ്റ്റെമ്മായിട്ട് ട്രെയിൻ ചെയ്ത് മേളിലോട്ട് കൊണ്ടുപോകാമല്ലോ. അങ്ങനെ ഒരു വിഷൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. എത്രത്തോളം സക്സസ് ആകുമെന്നും ശരിയാകുമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിവേ ലെറ്റ്സ് ഹോപ്പ്. നമ്മൾ ട്രൈ ചെയ്താലല്ലേ ഉള്ളൂ, പരിശ്രമം ചെയ്താലല്ലേ ഉള്ളൂ നമുക്കത് കിട്ടത്തുള്ളൂ. പണ്ട് എൻ്റെ കണക്ക് ടീച്ചർ പറഞ്ഞ പോലെ പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകി എത്രയും മനുഷ്യനെ പാലിൽ അയച്ചതീശൻ എന്നാണ് എൻ്റെ കണക്ക് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ അടുത്ത്. അപ്പം എന്താ പറയുന്നത്, ടൊമാറ്റോസിന് അങ്ങനെ ഞാൻ അത് കണ്ടില്ലേ, ഓൾറെഡി എനിക്ക് ഡ്യൂട്ടി കാരണം ഒരാഴ്ച എനിക്ക്, അതായത് വീക്ക് ഡേയ്സിൽ എനിക്ക് അത്ര ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. വീക്കെൻഡിലാണ് പിന്നെ ഇതുങ്ങളെയൊക്കെ എനിക്കൊന്ന് നോക്കാനായിട്ട് സമയം കിട്ടുന്നത്. അപ്പം നിലത്തോട്ട് ഓൾറെഡി പടന്നു പോയായിരുന്നു 1-2 എണ്ണം. അതിനെയൊക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് മേളിലോട്ട് വെച്ച് കൊടുത്തു. പിന്നെ ഇതിനകത്ത് 2 ചെടീനെ ഞാൻ ഒന്നും ചെയ്യാതെ ഒന്ന് വെച്ചേക്കുവാണ്. കാരണം എൻ്റെ അച്ഛൻ പറഞ്ഞു അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, അതായത് മുടി വെട്ടിയൊന്നും കൊടുക്കാതെ ചുമ്മാ ആ ചെടീനെ അതിൻ്റെ വഴിക്കൊന്ന് വിട്ടു നോക്കിയേ, എങ്ങനെയായിരിക്കും കായ്ഫലം ഉണ്ടാകുന്നതെന്ന് കാണാമെന്ന് നോക്കാമല്ലോ എന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. കാരണം 2 ചെടീനെ ഞാൻ അങ്ങനെ വെച്ചിരിക്കുവാണ്, എങ്ങനെയാകും നോക്കാമല്ലോ. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ലഞ്ച് ബ്രേക്ക് എടുത്തായിരുന്നേ. കാരണം ഞങ്ങളെല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നല്ല വെയിലുള്ള ദിവസമാണ്. അപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കട്ട് ഫ്ലവേഴ്സ് റീപ്ലേസ് ചെയ്യണം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ഫ്ലവേഴ്സ് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാമെന്ന്. ഇത് എനിക്ക് തോന്നിയ ഒരു 2-3 വീക്സിന് മുന്നേ പറിച്ചു വെച്ച റോസയാണ്. ഇപ്പോഴും കണ്ടില്ലേ വലിയ കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ വെള്ളം മാറ്റി കൊടുക്കും. പിന്നെ ഈ വാടി വരുന്ന ആ പൂക്കളില്ലേ, ആ എതളുകൾ, അത് പറിച്ചു മാറ്റി അതിനെ ഒന്ന് വൃത്തിയാക്കി വെക്കും. അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുന്ന പ്രത്യേകിച്ച് റോസപ്പൂക്കളൊക്കെ കുറച്ച് നാൾ നിൽക്കും നമ്മൾ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ മണവും ലാസ്റ്റ് ചെയ്യും, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അങ്ങനെ അടുത്ത സെറ്റ് ഫ്ലവേഴ്സ് പറിക്കാനായിട്ട് വന്നപ്പം എനിക്ക് എൻ്റെ ശ്രദ്ധ പിന്നെയും ഞാൻ വിട്ടുപോയിട്ട് എൻ്റെ സുന്ദരി റോസയുടെ അടുത്ത് വന്ന് നിൽക്കുവാണ്. എന്ത് ഭംഗിയാണ്, അതിനെ ഒന്ന് സുന്ദരിയാക്കി കൊടുത്തു. കാരണം അതിൻ്റെ വാടിയ ഇതളുകളൊക്കെ പറിച്ചൊന്ന് മാറ്റി ഒന്ന് സുന്ദരിയാക്കി കൊടുത്തു കഴിയുമ്പം പിന്നെ അതുങ്ങൾക്ക് ഒരു സന്തോഷമല്ലേ, അതുങ്ങൾ നല്ല വൃത്തിയായിട്ടൊക്കെ വെച്ച് ഒക്കെ കൊടുത്തു കഴിയുമ്പം അതുങ്ങളും ജീവനുള്ളവരല്ലേ. ജീവനുണ്ടല്ലോ നിന്നൊരു മാറ്റം കൊടുത്ത് ഹൈഡ്രാഞ്ചിയ പിടിക്കാൻ, അങ്ങനെ ഹൈഡ്രാഞ്ചിയ ഗാർഡനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ പറിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ വാഴയുടെ അടുത്ത് നിൽക്കുന്ന ആ പിങ്ക് ബ്യൂട്ടിഫുൾ ഹൈഡ്രാഞ്ചിയാണ്. കണ്ടില്ലേ അതിൻ്റെ കളർ കണ്ടില്ലേ, ആ ലൈറ്റ് പിങ്ക്, നല്ല ഭംഗിയുള്ള ഹൈഡ്രാഞ്ചിയ. അപ്പോൾ അത് തന്നെ പറിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇങ്ങാപ്പുറം നിൽക്കുന്ന ഈ ഹൈഡ്രാഞ്ചിയൊന്നും പറിക്കാറായിട്ടില്ല. ഇതിന് നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാകും. അതിന് വരുന്ന ആഴ്ചകളിൽ ഞാൻ കാണിക്കാം. ആ ഹൈഡ്രാഞ്ചിയുടെ ഒരു ഷേപ്പ് കണ്ടു, ഒരു സ്ക്വയർ പോലത്തെ ഷേപ്പ്. പിന്നെ ഞാൻ ഓർത്ത് ഒരു ഹൈഡ്രാഞ്ചിയ അനബേലും കൂടെ പറിച്ചേക്കാമെന്ന്. കാരണം അതും റെഡി ആയിട്ട് നിൽക്കുവാണ്. അതിൻ്റെ ആ എലഗൻറ്റ് ക്രീമി ഓഫ് വൈറ്റ് കളറും പിന്നെ ഈ പിങ്ക് നല്ല കളറും കൂടി ആകുമ്പോൾ നല്ല സ്റ്റൈലായിരിക്കുമെന്ന് എൻ്റെ ക്യാമറ ഗേൾ മോളാണ് പറഞ്ഞു തന്നത്. അപ്പം ഞാൻ അവൾ പറയുന്നത് അനുസരിക്കുന്നു. അപ്പോൾ പുതിയ കട്ട് ഫ്ലവർ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഞാൻ ആദ്യം അതിൻ്റെ ഇലകളെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ആ നമ്മൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാഗം ഇലകളൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തും. എന്നിട്ട് ഒരു ലേശം പഞ്ചസാര ആ വെള്ളത്തിലിട്ട് കൊടുക്കും. അന്നേരമാണ് അത് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ വെള്ളം മാറി കൊടുക്കുകയും വേണം. പിന്നെ ഈ നമ്മൾ അതായത് ഞാൻ കണ്ടില്ലേ ആ റോസയൊക്കെ 2 ആഴ്ച കഴിഞ്ഞ റോസസാണ്. അത് ഞാൻ വീണ്ടും വെള്ളം മാറി വീണ്ടും ചെയ്ത് കൊടുക്കുമ്പം അതിൻ്റെ അറ്റം ഞാൻ ഒന്നും കൂടെ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിച്ച് ഫ്രഷ് ആക്കി വെക്കും. അന്നേരമേ ഉള്ളത് പിന്നെ കുറച്ച് നാളിലൂടെ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ആദ്യം ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഏത് വാസ് യൂസ് ചെയ്യുമെന്ന്. പിന്നെ എൻ്റെ മോള് പറഞ്ഞ വേഴ്സ് തന്നെ ഞാൻ യൂസ് ചെയ്തു. അങ്ങനെ അത് വെക്കേണ്ടടുത്തെല്ലാം കൊണ്ട് വെച്ചു. കുറച്ച് റീഅറേഞ്ച് മിനുക്ക് പണികളൊക്കെ ചെയ്തു. കണ്ടില്ല എന്ത് ഭംഗിയാണ് കാണാൻ. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പം കാണുന്ന കാഴ്ചയാണ്. അതിനാണ് ഞാൻ അവിടെ തന്നെ പൂക്കൾ വെക്കുന്നത്. കാരണം രാവിലെ എണീറ്റ് നമ്മൾ നോക്കുമ്പോഴേ കാണണം. അതിനാണ് എൻ്റെ ഒരു ഐഡിയ. ഇനി അടുത്തത് ചായ കുടിക്കാനാണ് പ്ലാൻ. അപ്പം വൈബ് കിട്ടാനായിട്ട് നല്ലൊരു റോസിൻ്റെ സ്മെല്ലുള്ള ഊതിൻ്റെ തിരിയൊക്കെ കത്തിച്ച് വെച്ച് റിലാക്സ് ചെയ്യാൻ ഓർത്തപ്പോഴാണ് ഞാൻ ഓർത്ത് ഒരു കാര്യം കൂടെ കാണിക്കാമെന്ന്. ഈ ഹൈഡ്രാഞ്ചി ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റോസ് ചെടി ഉണ്ട് കേട്ടോ. നല്ല കട്ട മഞ്ഞ കളറിൽ പോകണ്ടാകുന്ന റോസ് ചെടി. അതിൻ്റെ പെർഫോമൻസിൻ്റെ കുറവിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, അതിന് വേറെ ചെടികളുടെ ഒന്നും കൂടെ നിൽക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ടാണ് നമ്മുടെ റോസ് ഗാർഡൻസിൽ റോസ് മാത്രമായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പോഴാണ്
സമയത്താണ് 2 ഒച്ചു ഭീകരന്മാർ അവിടെ ഇരിക്കുന്നത് എൻ്റെ കണ്ണിൽപ്പെട്ടത്. അപ്പോൾ ഇത് നിങ്ങളെയും കൂടെ കാണിക്കാൻ ഓർത്തു. കാരണം ഞാൻ ഇങ്ങനെ സ്റ്റൈലായിട്ടുള്ള ഒച്ചിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം അതിൻ്റെ ഷെല്ലിൻ്റെ പാറ്റേൺസ് കണ്ടില്ലേ, കാണാൻ ഭംഗിയുണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല, എന്നാൽ പറഞ്ഞേക്കാം കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ അത് കാണിക്കാനാണ് വന്നത്. അപ്പോൾ ഇനി എന്നെ വേറെ വിശേഷമൊന്നുമില്ല. ഫൈനലി ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടിപൊളി ഒരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. സീ യു സൂൺ. ബൈ.